പുതിയൊരു വ്ളോഗിലേക്ക് വെൽക്കം ബാക്ക്. ഒരു സ്മോൾ ബിസിനസ് റൺ ചെയ്യുക എന്ന് പറയുന്നത് വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഞാനിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് കൊടുക്കാമെന്ന് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഓർഡർ ഡെലിവറി ചെയ്യാനായിരുന്നു. ഈ കസ്റ്റമർ നാട്ടിൽ പോകുന്നതുകൊണ്ട് അർജൻറ്റായിട്ട് ഡെലിവറി ചെയ്യേണ്ട ഒരു പാക്കേജ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ 2 ദിവസം മുന്നേ തന്നെ കൊറിയർ ടീമിനെ ഇൻഫോം ചെയ്തതായിരുന്നു ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ലാസ്റ്റ് മൊമെൻറ്റിൽ അവർ പറഞ്ഞു അവർക്ക് പറഞ്ഞ സമയത്ത് ഡെലിവറി ചെയ്യാൻ പറ്റില്ല എന്ന്. അപ്പോൾ പിന്നെ ഞാനായിട്ട് പോയി കൊടുക്കാമെന്നല്ലാണ്ട് വേറെ വഴിയില്ലായിരുന്നു. നാട്ടിലെ പോലെ അത്ര ചീപ്പല്ല ഇവിടുത്തെ ഡെലിവറി കോസ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യമൊക്കെ ഞാൻ തന്നെയായിരുന്നു ഡെലിവറി ഗേൾ. ഹസ്ബൻഡും ഫ്രണ്ട്സൊക്കെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് അതങ്ങ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓഫീസ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നവരെ കൊണ്ട് ഇങ്ങനെ ഓടിപ്പിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമായിരുന്നു. സ്റ്റക്കായിട്ട് നിന്നിട്ടുണ്ടായിരുന്ന ആ ഒരു പോയിന്റിൽ നിന്ന് എങ്ങനെയൊക്കെയോ ഇവിടം വരെ എത്തി. അത്രയും ജെനുവിനായിട്ട് നമ്മളൊരു കാര്യം ഇഷ്ടത്തോടെ ചെയ്യുമ്പോൾ അതിൽ ചാലഞ്ചസ് വരുന്നതൊക്കെയും എങ്ങനെയായാലും ഫേസ് ചെയ്ത് സൊല്യൂഷൻസ് കണ്ടുപിടിച്ച് മുമ്പോട്ട് പോകും എന്നതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം. ഫ്രം സ്ക്രാച്ചിൽ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അവിടെ നിന്ന് ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളും ബിൽഡ് ചെയ്ത് ഇവിടെ വരെ എത്തി. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻസ് കണ്ടുപിടിക്കാനുണ്ട്. ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. റിസൾട്ട് എന്തായാലും കുറച്ച് വൈകിട്ടാണെങ്കിലും നമുക്ക് കിട്ടാണ്ടിരിക്കില്ല എന്നുള്ളതാണ് എൻ്റെ മുമ്പോട്ട് പോകാനുള്ള ഒരു പ്രചോദനം. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് വർക്കിൽ കുറച്ച് ലേസി ആയതുകൊണ്ട് ഒരുപാട് വർക്കുകളില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താനും ഇല്ല. കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് ഡോക്യുമെൻ്റ് ചെയ്ത കുറച്ച് വിശേഷങ്ങളാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഈ വീക്കിൽ ചെയ്യാനായിട്ട് പുതിയ വെറൈറ്റി ഓഫ് വർക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ വീക്കിൽ ചെയ്ത സെയിം പ്രോഡക്ട്സിൻ്റെ തന്നെയാണ് ഈ വീക്കിലും ചെയ്യാനുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ റിപ്പീറ്റഡ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിൻ്റെ ഒന്നും വീഡിയോസ് ഷൂട്ട് ചെയ്തിട്ടില്ലായിരുന്നു. ഓരോ സമയത്ത് ഓരോ വീഡിയോസ് റീച്ച് ആവുന്നതിനനുസരിച്ചിട്ടായിരിക്കും പ്രോഡക്ട്സിൻ്റെ എൻക്വയറീസ് വരിക. അതനുസരിച്ചിട്ടായിരിക്കും ഞാൻ നോർമലി വർക്ക് ചെയ്യുന്നതും. ഇപ്പോൾ കൂടുതലും ഓർഡേഴ്സ് വരുന്നത് ആംഗ്ലറ്റ്സിനാണ്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതും ആംഗ്ലറ്റ്സ് തന്നെയാണ്. ഈ ഓർഡേഴ്സൊക്കെ കുറച്ച് കുറവുള്ള സമയത്താണ് ഞാൻ ക്ലേയിലൊക്കെ പുതിയ പുതിയ പരീക്ഷണങ്ങൾ ചെയ്യുന്നതും, അല്ലെങ്കിൽ എന്തായിക്കോട്ടെ പുതിയ പുതിയ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ അങ്ങനെ ഫ്രീ കിട്ടുന്ന സമയത്താണ് ഞാൻ ചെയ്ത് നോക്കാറ്. ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് വിത്തിൻ 2 ഡേയ്സിൽ ഡിസ്പാച്ച് ചെയ്യേണ്ട ഓർഡേഴ്സാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കണം. ഏകദേശം 3-4 മണി വരെ ഞാൻ വർക്ക് ചെയ്യാനിരിക്കും. അത് കഴിഞ്ഞുള്ള കുറച്ച് സമയം വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെക്കാൻ വേണ്ടിയിട്ട്. വൈകുന്നേരം ഒരു 5:45 ഒക്കെ ആകുമ്പം ജിമ്മിലോട്ട് ഇറങ്ങും. കുറേ നാളായിട്ട് മേലനങ്ങാതെ അനങ്ങുന്നതുകൊണ്ട് നല്ല ബോഡി പെയിനാണ് ഈ കുറച്ച് ദിവസങ്ങളായിട്ട്. ഇനീഷ്യൽ ഡേയ്സ് ആയതുകൊണ്ടായിരിക്കും ഇത്രയും ടഫായിട്ട് തോന്നുന്നത്. ഗ്രാജ്വലി ആ വേദനയൊക്കെ ഒന്ന് മാറിക്കിട്ടും എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇന്നത്തെ വർക്കൗട്ടും സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കി. കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ നടക്കാനും ഇറങ്ങാറുണ്ട് എന്നുള്ളത്. ഇതും ഇപ്പം സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ട്. ഇന്ന് രാവിലത്തെ വാക്കിംഗ് അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചെത്തി. പുറത്ത് നല്ല ഹ്യൂമിഡിറ്റി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വേർത്ത് വലിക്കുന്നുണ്ട്. ഇപ്പം മുന്നത്തെ പോലെ വാരി വലിച്ച് കഴിക്കാണ്ട് കുറച്ച് ഫുഡ് കഴിക്കുന്നതിലൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് കഴിക്കാറ്. പോഷൻ കൺട്രോൾ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ കുറച്ചും കൂടി ബാലൻസ്ഡ് ആയിട്ട് മീല് തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇന്ന് മെയിനായിട്ടൊരു വർക്ക് ചെയ്യാനുണ്ടായിരുന്നു. ഇതിൽ പാക്കിംഗ് കുറച്ചും കൂടി കസ്റ്റമൈസ് ചെയ്തിട്ട് ചെയ്യാനാണ് കസ്റ്റമർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇത് കസ്റ്റമർ ആളുടെ വൈഫിനെ ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്തായിരുന്നു ഈ ഒരു ആംഗ്ലറ്റ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ലെറ്ററും കൂടി ആഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് കസ്റ്റമർ ആളുടെ വൈഫിന് എഴുതുന്ന ലെറ്റർ പോലെയാണ് എഴുതാനുണ്ടായിരുന്നത്. ഞാനപ്പോൾ അതൊരു ബ്രൗൺ കളർ പോസ്റ്റ് കാർഡിൽ ഇതുപോലെ ചെയ്തിട്ട് വെക്കാനാണ് വിചാരിക്കുന്നത്. ഒരു റൂൾഡ് പേപ്പറിൽ ഇതുപോലെ എഴുതിയിട്ട് അത് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. അതിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ ബ്ലാക്ക് ഇങ്ക് വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്, കുറച്ചും കൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ചും കൂടി ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ആ ഒരു കോർണറിലായിട്ട് ചെറിയൊരു പാറ്റേൺ സ്കെച്ച് ചെയ്തെടുക്കുന്നുണ്ട്.
ഇനിയും കൂടുതൽ ആഡംബരങ്ങൾ കൊടുത്തിട്ട് വൃത്തികേടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു കാര്യം കൂടി ചെയ്തിട്ട് ഞാനവിടെ നിർത്തി. ഇനി അതൊക്കെ ഒന്ന് പാക്ക് ചെയ്തെടുക്കണം. നേരത്തെ ചെയ്ത ആ ലെറ്റർ ഞാൻ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടാണ് ഇതിൽ പാക്ക് ചെയ്യുന്നത്. അങ്ങനെ ഈ പണിയും കൂടി തീർത്തിട്ട് ഇന്ന് ജിമ്മിൽ പോകുന്നതിനേക്കാളും കുറച്ചും കൂടി നേരത്തെ റൂമിൽ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. എനിക്ക് 1-2 സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. ഫ്ലോർ വർക്കൗട്ട് ചെയ്യുമ്പോൾ എനിക്ക് റിസ്റ്റിന് ഭയങ്കര പെയിൻ വരുന്ന പോലെ. അപ്പോൾ ആ സമയത്ത് വെയർ ചെയ്യാനായിട്ട് ഒരു റിസ്റ്റ് സപ്പോർട്ട് ബെൽറ്റ് വാങ്ങിക്കാനാണ് മെയിനായിട്ട് പോയത്. പിന്നെ ഈ അടുത്തെൻ്റെ ഹെയർ നല്ലോണം ഷോർട്ടാക്കി, അപ്പോൾ കെട്ടി വെക്കാൻ പറ്റുന്നില്ല. ജിമ്മിൽ പോകുന്ന സമയത്ത് ഒരു ഹെയർ ബാൻഡ് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ച് അതും വാങ്ങി. അങ്ങനെ ഇന്നത്തെ വർക്കൗട്ടും സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് ഡേ ആണ് ഈ വീഡിയോ എടുക്കുന്നത്. ഇന്ന് രാവിലെ നടക്കാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും കുറച്ച് ടയേർഡാവുന്ന പോലെ തോന്നി. അങ്ങനെ നടന്നു വന്നപാടെ കുളിച്ചിട്ട് കുറച്ച് സമയം ഒന്ന് കിടന്നുറങ്ങി. അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ പണികൾ സ്റ്റാർട്ട് ചെയ്തത്. ഇന്നത്തെ മെയിൻ വർക്ക് എന്ന് പറയുന്നത് വീഡിയോ എഡിറ്റിംഗ് ആണ്. അപ്പോൾ അത് തുടങ്ങുന്നതിന് മുന്നേ ഒരു കോൾഡ് കോഫിയും കുറച്ച് ആൽമണ്ട്സും ഒരു ഡേറ്റ്സും കഴിച്ചിട്ട് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇന്ന് പോസ്റ്റ് ചെയ്യാനുള്ള ഈ ഒരു വീഡിയോ വരെയാണ് എഡിറ്റ് ചെയ്യാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയും മാത്രമാണ്. എൻ്റെ ഈ ഒരു യൂട്യൂബ് ഫാമിലി വളരെ ചെറിയതാണെങ്കിലും നല്ല കുറച്ച് കമൻറ്റ്സ് കഴിഞ്ഞ ദിവസങ്ങളിൽ കാണാൻ പറ്റി. അതൊക്കെയും എന്നെ ഭയങ്കര ഹാപ്പി ആക്കുന്നുണ്ട്. വീഡിയോ വീണ്ടും ചെയ്യാൻ മോട്ടിവേറ്റ് ചെയ്യുന്നതും അങ്ങനെയുള്ള റെസ്പോൺസസ് ആണ്. വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്. വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നിവിടെ വെച്ച് നിർത്താം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.